ഇപ്പോൾ PSC ടെസ്റ്റിന് 4 പേര് ഒന്നിച്ചിരുന്ന് പഠിക്കുന്നു, 3 പേര് മണ്ടന്മാരായിരിക്കും, ചിലപ്പോൾ ഇയാളായിരിക്കും സ്മാർട്ട്, ഇയാൾക്ക് എല്ലാം അറിയാം. പക്ഷേ ഇയാൾ പ്രസൻറ്റ് ചെയ്ത് പരീക്ഷ എഴുതി ലിസ്റ്റിൽ വരുമ്പോൾ ഇയാൾ ഉണ്ടാവില്ല. അതൊക്കെയാണ് ഈ കാലസർപ്പയോഗം വന്നാലുള്ള പ്രശ്നങ്ങൾ. അതാണ്. അപ്പോൾ നമ്മൾ നിരാശരായി പോകും. അതുപോലെ തന്നെ ഒരു ഉദ്യോഗത്തിന് പോയാൽ തന്നെയും ഇതുപോലെ തന്നെ നമ്മളെക്കാൾ ആ സമയത്ത് അതുവരെ നമുക്ക് ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ വൃത്തിക്ക് പറയാനറിയാം. അവിടെ ചെല്ലുമ്പോൾ പ്രസൻറ്റേഷൻ മോശമായി പോകും. അപ്പോഴത്തേക്ക് ആ വ്യക്തിക്ക് തന്നെക്കാൾ ഒട്ടും അല്ല എന്ന് നമുക്ക് നല്ല ബോധ്യമുള്ള ആ പ്ലേസിലേക്ക് പോകും. നമ്മൾ ചുമ്മാ ഇങ്ങോട്ട് പോരേണ്ടി വരും. എന്നാൽ വീട്ടിലാണെങ്കിലും വീട്ടുകാർക്ക് ഓർക്കും, ഈശ്വര ഇവൻ ഇത്രയൊക്കെ ടാലൻ്റ് ഉണ്ടായിട്ട് ഒരു ഗുണമില്ലാതെ പോയല്ലേ ഈശ്വര, നമ്മൾ അമ്മമാർക്കൊക്കെ സങ്കടമായിരിക്കും. അപ്പം അങ്ങനെയൊക്കെയുള്ള അതുപോലെ തന്നെ ദാമ്പത്യ വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. കല്യാണം കഴിക്കാനായിട്ട് ഭയങ്കര ഒരുപാട് അലയേണ്ടി വരും. ഇനിയൊക്കെ അതൊക്കെ ശരിക്കും ഇത് നല്ല രീതിക്കുള്ള പല 12 തരം കാലസർപ്പയോഗമുണ്ട്. അത് ഓരോന്നും എവിടെയാണ് രാഹുകേതുക്കൾ ലഗ്നത്തിൽ നിൽക്കുന്നതെന്നനുസരിച്ചിട്ടാണ് അതിൻ്റെ ഓരോ, ചിലർക്ക് കല്യാണമായിരിക്കും, ചിലർക്ക് ഉദ്യോഗമായിരിക്കും, ചിലർക്ക് ധനഭാവത്തിലായിരിക്കും. അത് നമുക്ക് കാലസർപ്പയോഗം ഏതാണെന്ന് നോക്കിയിട്ട് പറയാം. ഏതായാലും ശരിയാണ്. ഇപ്പം അരി ഏതായാലും ശരിയാണ്, ചോറ് പലതരം അരികളില്ലേ, അതുപോലെ തന്നെയാണ് കാലസർപ്പയോഗം 12 തരത്തിലുണ്ടെങ്കിലും സംഭവം ദോഷം തന്നെയാണ്. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.